മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. കോഴിക്കോട് താമരശ്ശേരി ഇങ്ങാപ്പുഴയിൽ കുടുംബ വഴക്കിനിടെ ഭർത്താവ് ഭാര്യയെ കുത്തിക്കൊന്നു. ഭാര്യ മാതാവിനും ഭാര്യ പിതാവിനും കുത്തേറ്റിട്ടുണ്ട്. ഇരുവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രതി ലഹരിക്ക് അടിമയെന്ന പോലീസ്. വാർത്തയുടെ വിവരങ്ങളുമായി അഭിന ചേരുന്നു. അഭിന, കുടുംബ വഴക്കിനെ തുടർന്നാണ് ഭർത്താവ് ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്തിയത്. വിവരങ്ങൾ എന്തൊക്കെയാണ്? ഏറെ ദാരുണമായ ഒരു സംഭവം തന്നെയാണ് ഈ ഒരു സമയത്ത് പറയാനുള്ളത്. നമുക്കറിയാം, ഏറെ പുണ്യമാസത്തിലാണ് ഇത്തരത്തിലൊരു വലിയൊരു ആക്രമണം ഉണ്ടായിരിക്കുന്നത് എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഈങ്ങാപ്പുഴ കക്കാടിലാണ് ഭർത്താവ് ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഭാര്യ ഷിബിലയെ കുത്തിക്കൊലപ്പെടുത്തിയതിനോടൊപ്പം തന്നെ മാതാവിനും അതുപോലെ തന്നെ പിതാവിനും, ഈ ഷിബിലയുടെ മാതാവിനും പിതാവിനും പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. പിതാവിന്റെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാതാവ് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. അതേസമയം പിതാവിനെ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു ഷിബിലയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത്. നോമ്പുതുറ സമയത്താണ് ഇത്തരത്തിൽ ഈ ഷിബിലയെ ആക്രമിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിനു മുൻപും യാസിറും അതുപോലെ തന്നെ ഷിബിലയും തമ്മിൽ നിരന്തരം പ്രശ്നമുണ്ടായിരുന്നതായി നേരത്തെ ഷിബില താമരശ്ശേരി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ യാസിറിന്റെ പിതാവും ഈ ഒരു ആക്രമണത്തിന് ഒത്താശ നൽകുന്നുണ്ട് എന്ന് കാണിച്ചുകൊണ്ടായിരുന്നു ഷിബില ഈ പരാതി നൽകിയിട്ടുണ്ടായിരുന്നത്. ഈ പരാതിയിൽ പ്രധാനമായും പറയുന്നത് ഇരുവരും സ്വന്തം ഇഷ്ടപ്രകാരം സ്നേഹിച്ച് വീട്ടിൽ നിന്നും ഇറങ്ങി വന്ന് ഒരുമിച്ച് ജീവിച്ചവരാണ്. അതോടൊപ്പം തന്നെ ഈ ഷിബിലയ്ക്കും യാസിറിനും ഒരു വയസ്സുള്ള ഒരു മോളുണ്ട് എന്നും ഈ ഒരു പരാതിയിൽ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ പരാതിയിൽ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷിബിലയുടെ സ്വർണ്ണാഭരണങ്ങളും അതുപോലെ തന്നെ മറ്റ് പണവുമെല്ലാം ഈ യാസിർ പിടിച്ചു വാങ്ങുകയും അതുപോലെ തന്നെ കൊടുവള്ളിയിലുള്ള ഒരു ബാങ്കിൽ പണയം വെക്കുകയും പണം വാങ്ങി പിന്നീട് ദൂർത്തടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നെന്നും അതോടൊപ്പം തന്നെ യാസിർ പലതവണ ഷിബിലയെ ആക്രമിച്ചിരുന്നതായും ഇതിനെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഷിബില താമരശ്ശേരി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ പോലീസ് ഇതിന് വേണ്ട യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഈ ഒരു പ്രശ്നത്തിൽ യാതൊരു വിധത്തിലും ഈ ഒരു കേസ് ഗൗരവത്തിൽ എടുത്തില്ല എന്നുള്ളതും ഷിബില ഈ പരാതിയിൽ പ്രധാനമായും പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ യാസിർ ഈ ലഹരി മരുന്ന് അമിതമായി ഉപയോഗിക്കുന്ന വ്യക്തിയാണെന്നും ഈ കൊലപ്പെടുത്തുന്ന സമയത്ത് യാസിർ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു എന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. നിലവിൽ യാസിർ ഇപ്പോൾ ഒളിവിൽ തന്നെയാണ് കഴിയുന്നത്. യാസിറിനെ പോലീസിന് കണ്ടെത്താനായിട്ടില്ല. നിലവിൽ ഷിബിലയുടെ മൃതദേഹം ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഇനി നാളെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമായിരിക്കും ബന്ധുക്കൾക്ക് വിട്ടു നൽകുക. വൃന്ദ, പിന്നെ ഭാര്യ പിതാവിനും ഭാര്യ മാതാവിനും തന്നെ ഈ ഒരു ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. ഇവർ ഏതൊക്കെ ആശുപത്രിയിൽ ചികിത്സയിലാണ് തുടങ്ങിയ വിവരങ്ങൾ? യാസിറിന്റെ കുത്തേറ്റ ഷിബില, അതായത് കൊല്ലപ്പെട്ട ഷിബില ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മോർച്ചറിയിലാണ് ഉള്ളത്. അതേസമയം ഭാര്യ പിതാവ് അബ്ദുറഹ്മാനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഇപ്പോൾ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നില അതീവ ഗുരുതരമായി തുടരുകയാണ് എന്നുള്ളതാണ് ഡോക്ടർമാർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഭാര്യ മാതാവ് ഹസീനയെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലാണ് ഇപ്പോൾ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. ഭാര്യ മാതാവിന്റെ പരിക്ക് അത്ര വലിയ പരിക്കല്ല എന്ന് തന്നെയാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ യാസിറും ഷിബിലയും നേരത്തെയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞ 2020 ഇരുവരുടെയും വിവാഹം നടക്കുന്നത്. തുടർന്ന് വലിയ രീതിയിലുള്ള ദാമ്പത്യ പ്രശ്നങ്ങൾ ഇരുവർക്കിടയിലും ഉണ്ടാവുകയും പിന്നീട് ഭർത്താവിന്റെ വീട്ടിൽ നിന്നും പിണങ്ങി തന്റെ വീട്ടിലേക്ക് താമരശ്ശേരിയിലെ ഈങ്ങാപ്പുഴയിലെ തന്റെ വീട്ടിലേക്ക് എത്തിയിട്ട് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ വീട്ടിലെത്തിയിട്ടും ഇത്തരത്തിൽ യാസിർ ഷിബിലയെ ഉപദ്രവിക്കാറുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ അടുത്തുള്ള ബന്ധുക്കളെല്ലാം തന്നെ പറയുന്നത്. കാരണം വീട്ടിൽ നിന്നും നിരവധി ശബ്ദങ്ങളും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള അടിക്കുന്ന ശബ്ദങ്ങളടക്കം കേൾക്കാറുണ്ട് എന്നുള്ളതാണ് ബന്ധുക്കൾ അടക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതെല്ലാം ഒരു ലഹരിക്കടിമയായ യാസിറിന്റെ സ്വഭാവ വൈകൃതങ്ങളാണ് എന്നുള്ളതാണ് ബന്ധുക്കളും അതുപോലെ തന്നെ നാട്ടുകാരെല്ലാവരും ആരോപിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഈ യാസിറിനെതിരെ ഈ ഇത്തരത്തിൽ ഗാർഹിക പീഡനം അടക്കം വകുപ്പുകൾ ചുമത്തുമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പിതാവിനെതിരെ വലിയൊരു ആരോപണം തന്നെ നിലനിൽക്കുന്നുണ്ട്. അതായത് യാസിറിന്റെ പിതാവിനെതിരെ, അതായത് പിതാവും തന്നെ വലിയ രീതിയിൽ ആക്രമിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ്
എന്നുള്ളതാണ് ഈ ഒരു പരാതിയിൽ പ്രധാനമായും പറയുന്നത്. അതുകൊണ്ട് തന്നെ യാസിറിന്റെ പിതാവിനെതിരെയും ഒരു പക്ഷേ കേസ് എടുത്തേക്കും എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ പറയാനുള്ളത്. ഇന്ന് ഈ ഒരു നോമ്പ് തുറയുടെ സമയത്താണ് ഇത്തരത്തിൽ യാസിർ ഷിബിലയുടെ വീട്ടിലേക്ക് എത്തിയത്. ഷിബില സ്വന്തം വീട്ടിലായിരുന്നു കഴിഞ്ഞ കുറെ ദിവസങ്ങളായി കഴിഞ്ഞു വന്നിരുന്നത്. യാസിറുമായി പിണക്കത്തിലായിരുന്നു. ഈ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു യാസിർ ഷിബിലയുടെ വീട്ടിലേക്ക് എത്തിയത് എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. പക്ഷെ ഇരുവരും തമ്മിൽ വലിയ രീതിയിലേക്ക് വഴക്കെത്തുകയും അതുപോലെ തന്നെ കയ്യാങ്കളിയിലേക്ക് പോവുകയായിരുന്നു. ഇതിനിടെയാണ് യാസിർ കത്തികൊണ്ട് ഷിബിലയെ കുത്തുന്നത്. ഇത് തടയാനായി ശ്രമിച്ച പിതാവിനും മാതാവിനും പരിക്കേൽക്കുകയും ചെയ്തു. ഏതായാലും പിതാവിന്റെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ് എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ആരോഗ്യവകുപ്പ് പറയുന്നതും അത് തന്നെയാണ്. ഷിബിലയുടെ പിതാവിന്റെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. മാതാവിന് വലിയ കുഴപ്പമൊന്നുമില്ല. താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലാണ് ഇപ്പോൾ ഉള്ളത്. വൃന്ദ. ശരി. കോഴിക്കോട് താമരശ്ശേരിയിൽ ലഹരിക്കടിമയായ ഭർത്താവ് ഭാര്യയെ കൊന്നു. കുടുംബ വഴക്കിനെ തുടർന്നാണ് കൊലപാതകം. ഭാര്യ മാതാവിനും ഭാര്യ പിതാവിനും ആക്രമണത്തിൽ കുത്തേറ്റു. പ്രതി ഒളിവിലാണ്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അബിന പി ചിറക്കൽ.